വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം വിഷമകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കൃഷിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് അന്ന് കൃഷി കൺമണി ഒരുമിച്ചുള്ള സമയത്ത് വീട്ടിൽ വന്ന അതേ പോലീസാണ്. അവരെക്കുറിച്ച് അപമര്യാദ രീതിയിൽ സംസാരിച്ച അതേ പോലീസാണ്. പിന്നെ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ബലരാമൻ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതായത് ബലരാമൻ സുമിത്ര ആരാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ബലരാമൻ വേറൊരു രീതിയിൽ സുമിത്രയുടെ അടുത്ത് പെരുമാറുന്ന ഒരു എപ്പിസോഡാണ്. പിന്നെ ബലരാമന് ഒരു സംശയവും വരുന്നുണ്ട് ഈ എപ്പിസോഡിൽ. പിന്നെ കൺമണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം ഒരു വൻ പരാജയമായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കടക്കാം. ഇന്നത്തെ എപ്പിസോഡിലുള്ള ഒരു സീനാണിത്. ഒരു പോലീസ് ജീപ്പ് കൃഷിൻ്റെ മഹിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയ ശേഷം അതിൽ നിന്ന് ഒരു പോലീസുകാരെ ഇറങ്ങിയിട്ട് കൃഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന്. ആ സമയത്ത് കൃഷി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് കൃഷിൻ്റെ മനസ്സ് വരുന്നത്, അന്ന് കൺമണിയും കൃഷി ഒറ്റയ്ക്കായിരുന്ന സമയത്ത് വീട്ടിലേക്ക് ഈ പോലീസുകാരൻ വന്ന് അപമര്യാദയായിട്ട് കൃഷിൻ്റെ അടുത്ത് കൺമണിയുടെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. ആ സമയത്ത് ഈ പോലീസുകാരനാണെങ്കിൽ ഒരു അറസ്റ്റ് വാറണ്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, വരുൺ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്, അയാളെ തല്ലി ചതച്ചു എന്നതിലാണ് പരാതി, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസ് എടുക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുവാണെന്ന് പറഞ്ഞ് കൃഷിനെ ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് മഹിയാണെങ്കിൽ അവരുടെ കൈ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, കൃഷിനെ ഞാൻ എങ്ങോട്ടും വിടില്ല, ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന്. ആ സമയത്ത് മാറണമെന്ന് പറഞ്ഞ് നമ്മുടെ മഹിയെ പിടിച്ച് തള്ളുന്നുണ്ട് ആ പോലീസുകാരൻ. അങ്ങനെ മഹി താഴേക്ക് റോഡിലേക്ക് ചെന്ന് വീഴുന്നുമുണ്ട്. പിന്നീട് ഈ പോലീസുകാർ ബലമായിട്ട് കൃഷ്ണനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. കയറ്റിയ സമയത്ത് കൃഷി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്, എന്നെ വെറുതെ വിടുന്നു പറയുന്നുണ്ട്. ആ സമയത്ത് ഈ അഞ്ജുത്ത് എന്ന് പറയുന്നതാണ് ആ പോലീസിന് പേര്. ആ പോലീസ് പറയുന്നുണ്ട്, നിന്നെ വെറുതെ വിടാനോ, നീ അന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതിനൊരു അവസരം കാത്തിരിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് കിട്ടി, പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ, ഞാൻ പറയുന്നുണ്ട്, നിനക്ക് തരുന്നുണ്ട് ഇത് ബാക്കി കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മഹിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് മഹിയാണെങ്കിൽ പെട്ടെന്ന് എണീക്കുന്നുണ്ട്. എണീച്ചെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് പെട്ടെന്ന് ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, സാഗറിനെ ആയിരിക്കണം വിളിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന പിന്നെ വരുണിനെയാണ്. വരുണാണെങ്കിൽ കൃഷിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി വരുണിനെ നല്ല രീതിയിലിട്ട് കൈയും കാലൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വരുൺ മൊത്തത്തിൽ പിന്നെയും ഒരു രീതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ആശുപത്രി അഡ്മിറ്റ് ആവുന്നുണ്ട് വരുൺ. ആ സമയത്ത് ഈ നേഴ്സാണെങ്കിൽ ചോദിക്കുന്നുണ്ട് വരുണിൻ്റെ അടുത്ത്, തനിക്ക് എപ്പോഴും ഈ അടി വാങ്ങുക വന്നിവിടെ കിടക്കുക, ഇതല്ല വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് തൻ്റെ സ്ഥിരം പണിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ റൂം നിങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിടാം, അതാവുമ്പോൾ പിന്നെ എന്നും ഇവിടെ കിടന്നാൽ മതിയല്ലോ എന്ന്. ആ സമയത്താണെങ്കിൽ വരുൺ ദേഷ്യത്തിൽ ഒന്ന് മിണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ നേഴ്സാണെങ്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണ് ഇങ്ങനെ അടി മേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെ വേറെ ഒരുത്തൻ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി, അതുകൊണ്ട് അവനെതിരെ ഞാൻ വഴക്കുണ്ടാക്കാൻ ചെന്നതാണ്, ആ സമയത്ത് ആണ് ഇങ്ങനെ പറ്റിയതെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ഈ നേഴ്സ് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൂടായിരുന്നോ. അപ്പോഴത്തേക്ക് വരുൺ പറയുന്നുണ്ട്, അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, എടാ മോനെ, കൃഷിനെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വരുണാണെങ്കിൽ അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, അവനെ അറസ്റ്റ് ചെയ്തോ, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തത്, ആ രീതിയിൽ തന്നെയാണ് അവന് കംപ്ലൈൻറ്റ് കൊടുത്തത്, എന്തായാലും കുറേ നാളോ ആ ജയിലിൽ കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും വരുണിട്ട് ഭയങ്കര ബോഡി ഇട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നേഴ്സ് പറയുന്നുണ്ട്, താനൊന്ന് ചുമ്മാ ഇരിക്കടോ എന്ന്. എന്നിട്ടും വരുൺ കേൾക്കുന്നില്ല. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഒന്ന് ചുമ്മാതിരിക്കുന്ന, എനിക്ക് ഇനി കൂടുതൽ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വരുൺ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ട്. എന്നിട്ട് ആണെങ്കിൽ വരുൺ ഇങ്ങനെ മനസ്സ് വിചാരിക്കും, സത്യം പറഞ്ഞാൽ എന്നെ അടിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇവന് കേസ് കൊടുത്തത്, പക്ഷെ അവൻ കൺമണിയെക്കുറിച്ച് ചോദിച്ചാണ് വന്നത്. എന്നിട്ട് ഇപ്പോൾ കൺമണി എവിടെയായിരിക്കും, അവൾക്ക് എന്തായിരിക്കും പറ്റിയെന്നൊക്കെ വരുൺ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന കൺമണിയാണ്. കൺമണിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2-3 ഗുണ്ടകൾ വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ഗുണ്ടകൾ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ പോവുക, പക്ഷേ കൊല്ലുന്നതിന് മുന്നേ നീ ഫുഡ് കഴിക്കണം എന്ന്. ആ സമയത്ത് കൺമണിക്ക് ഈ പ്ലാൻ മനസ്സിൽ വരുവാണ്. അങ്ങനെ കൺമണി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് വേണം, പക്ഷേ ഫുഡ് കഴിക്കണമെങ്കിൽ കൈ വേണമല്ലോ, അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊന്ന് അഴിച്ചു തന്നെയെന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ മെയിൻ ഗുണ്ടയാണെങ്കിൽ വന്നിട്ട് ഫുഡും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അസിസ്റ്റൻറ്റ് ഗുണ്ടകളുടെ അടുത്ത്, എടാ കെട്ടാൻ കഴിച്ചു കൊടുന്ന്. ആ സമയത്ത് കൺമണി
കെട്ടഴിക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെ തന്നെ കൺമണിയുടെ പ്ലാൻ അങ്ങ് വർക്കൗട്ട് ചെയ്യുകയാണ് കൺമണി അങ്ങ് ഇറങ്ങി ഓടുവാണ് അവിടുന്ന്. ആ സമയത്ത് അതിൻ്റെ മെയിൻ കൂട്ട പറയുന്നുണ്ട്, എടാ അവൾ രക്ഷപ്പെട്ടല്ലോ, പിടിക്കടാ അവളെന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഓടുന്നുണ്ട്. അങ്ങനെ കൺമണി ഒരു വിജനായ പ്രദേശത്തൂടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. അവിടെ ഒന്നും ഒരു വീട് പോലും ഇല്ല, ഒരാൾ പോലും ഇല്ല. അങ്ങനെ ഓടി ഓടി കൺമണിയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുവാണ്. അതാണെങ്കിൽ പുറത്തുനിന്ന് പൂട്ടിയേക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ കൺമണി പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ കൺമണിയുടെ ആ പ്ലാൻ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആവുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ. അങ്ങനെ ആ മെയിൻ ഗുണ്ട വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇറങ്ങി ഓടി അല്ലേടി എന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ അടിയിൽ കൺമണി നേരെ തെറിച്ച് ആ വലിയ ബിൽഡിങ്ങിൻ്റെ ചുവരിൽ ചെന്ന് തലയിടിക്കുന്നുണ്ട്. അങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട് പിന്നെയും. അങ്ങനെ മെയിൻ ഗുണ്ട അസിസ്റ്റൻ്റ് ഗുണ്ടകളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവക്ക് ആഹാരം പോയിട്ട് ഒരു വെള്ളം പോലും കൊടുത്തുകൂടാ, ഇവളെ കൊണ്ടുപോയി കെട്ടിയിടാൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണനാണ്. കൃഷ്ണ ആ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് ബലം പിടിച്ച് ലോക്കപ്പിൽ ഇടാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലായിട്ട്. പിന്നീട് കൃഷ്ണ ആ പോലീസുകാരോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടായത് ശരിയാവില്ല, എനിക്ക് കൺമണിയെ കണ്ടെത്തണം, അതിൻ്റെ പുറകെ അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ അകത്താക്കാതെ എന്നെ വിടണം, അല്ലാതെ ഈ സമയത്തല്ല നിങ്ങളുടെ പ്രതികാരം വീട്ടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ അനിരുദ്ധൻ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ വെറുതെ വിടാനോ, ചുമ്മാ ഇരിയടാ അവിടെ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം എന്ന് പറഞ്ഞ് കൃഷ്ണനെ പിടിച്ച് ലോക്കപ്പിൽ ഇടുന്നുണ്ട്. അങ്ങനെ കൃഷിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. കാരണം കൃഷിൻ്റെ ഫോണോ എല്ലാം അയാൾ പിടിച്ച് മേടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തൊരു നീചനാണെന്നുള്ള രീതിയിൽ കൃഷി നിൽക്കുന്നുണ്ട്. ശേഷം കൃഷിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഈ അനിരുദ്ധൻ പോലീസാണെങ്കിൽ നേരെ ചെന്നിട്ട് ബലരാമനെ വിളിക്കുന്നുണ്ട്. ബലരാമനെ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. പിന്നീട് സുമിത്രയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സുമിത്രയുടെ അടുത്ത് പറയുന്നുണ്ട്, മാഡം ഞാനിപ്പോൾ വിളിച്ചതൊരു കാര്യം പറയാനാണ്. ആ കൃഷിനെ ഞാൻ ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒരു കേസുണ്ടായിരുന്നു അവൻ്റെ പേരിൽ, വരുൺ എന്ന് പറയുന്ന ഒരാളെ തല്ലി ചതച്ചു എന്നായിരുന്നു കേസ്. അപ്പോൾ അങ്ങനെയാണ് അവനെ ലോക്കപ്പിൽ ഇട്ടേക്കുന്നത്. ഇത് ബലരാമൻ സാറിനെ വിളിച്ച് പറയാൻ ഞാൻ വിചാരിച്ചതാണ്, പിന്നെ ഞാൻ മാഡത്തിനെ വിളിച്ചതാണ്. അപ്പോൾ മാഡം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. മാഡത്തിന് ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുമിത്ര ഇതൊക്കെ കേട്ട് ഷോക്കായി നിൽക്കുവാണ്. കാരണം സുമിത്ര ഒരിക്കലും പ്രതീക്ഷയില്ല ഇപ്പോൾ കൃഷ്ണയും കൂടെ കൈ കിട്ടുമെന്ന്. ഓൾറെഡി കൺമണിയെ കിട്ടിയല്ലോ, കൃഷ്ണയും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ സുമിത്ര ആണെങ്കിൽ തേടിയ വെള്ളി കാലിൽ ചുറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സന്തോഷത്തിൻ്റെ ആ ഒരു ഷോക്കിൽ നിൽക്കുമായിരിക്കും. പിന്നീട് സുമിത്ര പറയുന്നുണ്ട്, അതെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പിന്നെ ഞാൻ ഒരുപാട് തവണ അവനെ ഓരോ രീതിയിലും അകത്താക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അഞ്ജുദിനാൽ അത് നടന്നു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവന് പുറലോകം കാണില്ലേ, ഏതൊക്കെ കേസുകളുണ്ടോ അതൊക്കെ അവൻ്റെ തല വെച്ച് കെട്ടിക്കോ, അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ അഞ്ജുദ്ധൻ പോലീസ് പറയുന്നുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാഡം ചെയ്താൽ മാഡം പറയുന്ന എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരുന്നതായിരിക്കും, അതോർത്ത് നീ വിഷമിക്കണ്ട. പിന്നെ അവനിനി പുറം ലോകം കാണല്, അത് മാത്രമല്ല അവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം ഉള്ള കണക്ക് നീ കൊടുക്കണം. അവൻ്റെ രക്തം കലങ്ങണം, ആ രീതിയിൽ തന്നെ അവനെ ഇടിക്കണം. പിന്നെ പുറമേ ഒന്നും കാണാത്ത രീതിയിലായിരിക്കണം അവന് ഇടിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജുതം പോലീസ് അതേ തന്നെ ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് കോള്. ശേഷം നമ്മുടെ സുമിത്ര ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് ആ അഞ്ജുതനാണെങ്കിൽ സുമിത്ര എറിയുന്ന ഒരു ഇറച്ചി കഷ്ണത്തിന് വേണ്ടി വാലാട്ടി നിൽക്കുന്ന അനുസരണയുള്ള ഒരു നായയെ പോലെ നമ്മുടെ കൃഷിൻ്റെ അടുത്ത് വന്നിട്ട് കൃഷിനെ എടുത്ത് പെരുമാറുന്നുണ്ട്. ആ സമയത്ത് ഇടയ്ക്ക് കൃഷി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമോ, നിങ്ങൾക്കിപ്പോൾ പകരം വീട്ടാനുള്ള ഒരു സമയമല്ല ഇതിപ്പോൾ എന്ന് പറയുന്നുണ്ട് കൃഷി. ആ സമയത്ത് അഞ്ജുതം പറയുന്നുണ്ട്, നിനക്ക് പകരം വീട്ടുമല്ല, നിന്നെ ഇന്ന് കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇട്ട് മർദ്ദിക്കുന്നുണ്ട് കൃഷിനെ. പിന്നീട് കൃഷി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ അഞ്ജുതം പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ വകയാണോ സ്റ്റേഷനിൽ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ വകയായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന അഞ്ജുത്തിനാണെങ്കിൽ കൃഷിനെ എടുത്ത് താഴേക്ക് വലിച്ചിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന കൺമണിയാണ്. കൺമണിയെ ആ ഓടിപ്പോയടുത്തുനിന്ന് ഗുണ്ടകളെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വന്ന് തിരിച്ച് ചുറ്റും കെട്ടിയിട്ടേക്കുവാണ്. മുമ്പ് കയ്യിൽ മാത്രമായിരുന്നു, ഇനി അങ്ങനെ പോലും ഓടിപ്പോവാതേക്ക് ചുറ്റും കെട്ടിയിട്ടേക്കുവാണ്. ശേഷം അതിൽ മെയിൻ ഗുണ്ട പറയുന്നുണ്ട്, നീ ഓടിപ്പോയല്ലേ, നിന്നെ കൊല്ലാൻ പോവാടി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ ഒരു ആക്കിച്ചിരി ചിരിക്കുവാണ്. എന്നിട്ട് ആ ഗുണ്ട പറയുന്നുണ്ട്, നിനക്ക് മരിക്കാൻ പേടിയില്ലെന്ന്. ആ സമയത്ത് കൺമണി പറയുകയാണ്, എനിക്ക് ഒരു പേടിയില്ലെന്ന്. അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, അപ്പം നീ മരിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കൊരു പേടിയില്ല, കാരണം ഞാൻ മരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവമായിട്ട് ഒരാളെ വിടും, ആ ആളിപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഗുണ്ട പറയുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ ആൾ വരുമോ
വരുന്നതെന്നോ? എന്നാ ഒന്ന് കാണണമല്ലോ. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, അതെ വരും, നിങ്ങൾ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഗുണ്ടയാണെങ്കിൽ ഒന്ന് സർപ്രൈസായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൺമണിയെ. പിന്നീട് കാണിക്കുന്ന സീൻ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയാണെങ്കിൽ വൻ തല്ലാണ് കൃഷും ആ അനിരുദ്ധനും തമ്മിൽ. അങ്ങനെ കുറേ നേരമൊക്കെ കൃഷ്ണ അനിരുദ്ധൻ മർദ്ദിക്കുന്ന കണ്ട് കൃഷ്ണൻ അങ്ങനെ മനസ്സിലാവുകയാണ് ഈ അനിരുദ്ധൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അങ്ങനെ കൃഷി പറയുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഗുണ്ടയും, ഇതെന്താ ഗുണ്ടാ സങ്കേതമാണോ, അതോ എനിക്ക് തോന്നുന്നില്ല ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്ന്, കാരണം നിങ്ങളൊരു പോലീസും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ അനിരുദ്ധൻ പറയുന്നുണ്ട്, പിന്നെ നീ വിചാരിച്ചാൽ എന്താ ഇത് നിൻ്റെ കമ്പനിയാണെന്നോ? ആ സമയത്ത് നമ്മുടെ കൃഷി പറയുന്നുണ്ട്, നിങ്ങളൊന്നും പറയണ്ട, എന്തായാലും ഇനി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരടി പോലും കൊള്ളില്ല എന്ന് പറഞ്ഞ് കൃഷി തിരിച്ചടിക്കുവാണ്. അങ്ങനെ രണ്ട് കൽപ്പിച്ച് കൃഷി തിരിച്ച് കുറേ അടിക്കുന്നുണ്ട്. ആ സമയം അവിടെ നിൽക്കുന്ന കുറേ പോലീസുകാർ ചുറ്റും കൃഷ്ണ പിടിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. കൃഷി നല്ല രീതിക്ക് അനിരുദ്ധന് കൊടുക്കുവാണ് പെട. ആ സമയത്ത് അങ്ങോട്ട് നമ്മുടെ രജനീകണ്ഠൻ പിന്നെ കുറച്ച് രജനീകണ്ഠമ്മയുടെ അസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ രജനീകണ്ഠമ്മ ഇതാരെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ വർദ്ധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുവാണ്. ആ സമയത്താണെങ്കിൽ രജനീകണ്ഠമ്മ ഇങ്ങനെ പെട്ടെന്നങ്ങ് ആലോചിക്കുവാണ്. അങ്ങനെ രജനീകണ്ഠമ്മയ്ക്ക് ഓർമ്മ വരുവാണ് അന്ന് കൃഷിനെ ആദ്യമായിട്ട് സീരിയലിൻ്റെ തുടക്കത്തിലുള്ള എപ്പിസോഡ് ഓർമ്മ വരുവാണ്. അതായത് കൃഷിനെ ആണെങ്കിൽ ഒരു ദിവസം കൺമണിയുടെ കൂടെ കണ്ടാവും, പിന്നെ ഒരു ദിവസം മാനസയായിട്ട് കൃഷി വഴിയെ പോകുമ്പോൾ സിഗ്നലിൻ്റെ അവിടെ വെച്ച് രജനീകണ്ഠമ്മ കൃഷ്ണനെ വാൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആ അലിഗയുടെ MD അല്ലേ ക്രിസ് സാഗർ? അപ്പോഴത്തേക്ക് ക്രിസ് പറയുന്നുണ്ട്, അതെ ഞാൻ ക്രിസ് സാഗർ തന്നെയാണെന്ന്. ആ സമയത്ത് രജനീകണ്ഠൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെയെന്ന്, നീ എന്തിനാ ഈ പോലീസുകാരെയൊക്കെ തല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ഞാൻ കൺമണിയെ കാണാതെ ആയതുകൊണ്ട് കൺമണിയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആ സമയത്താണെങ്കിൽ ഈ അനിരുദ്ധ സാറാണെങ്കിൽ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടു. അനിരുദ്ധ സാറിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ വൈരാഗ്യം തീർക്കാനായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് പിടിച്ചിട്ട്, എന്നിട്ട് ഇഷ്ടംപോലെ എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഞ്ജുത്താണെങ്കിൽ, അയ്യോ മാഡം ഇവൻ പറയുന്നതൊക്കെ കള്ളമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവനാണ് ഞങ്ങളെ പോലീസുകാരെ ഇട്ട് തല്ലുകയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആണെങ്കിൽ അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അല്ല മാഡം ഈ ക്രിസ് സാറിനെ ഈ അഞ്ജുതൻ സാറാണ് ഇട്ട് മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. അതേ മാഡം ഇതാണ് സത്യം, അതുകൊണ്ട് തന്നെ മാഡം ഇയാളെ വെറുതെ വിടല്ലേ, ഇയാൾ കള്ളനാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നീട് കൃഷി പറയുന്നുണ്ട്, പിന്നെ അത് മാത്രമല്ല മാഡം, ഞാൻ കൺമണി ഇങ്ങനെ കണ്ടുപിടിക്കാൻ നടക്കുമായിരുന്നു, അവളെ ഇപ്പോൾ കാണാനില്ല, അവൾ എവിടെയാണെന്ന് ഒന്നും അറിയില്ല. പിന്നെ അവളാണെങ്കിൽ പോയതിന് മുമ്പായിട്ട് നമ്മുടെ അലിഗയിലാണെങ്കിൽ കുറേ ഫേക്ക് ന്യൂസസ് ഉണ്ടായിരുന്നു, അലിഗയെ കൺമണി ചതിച്ചു എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അലിഗയെ കൺമണി രക്ഷിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് അവളെ കാണാത്തത്, എനിക്കറിയില്ല അവൾ എവിടെയാണെന്നൊന്നും. ആ സമയത്ത് രജനീകണ്ഠൻ പറയുന്നുണ്ട്, ഞങ്ങളും അതിൻ്റെ പുറകെ തന്നെയായിരുന്നു, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കൺമണിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ, കാരണം എല്ലാ പോലീസുകാരും ഇപ്പോൾ അലേർട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ അന്വേഷണത്തിനിടയിൽ താനായിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ഈ അഞ്ജുതൻ സാർ എന്നെ മനഃപൂർവ്വമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ കോൺസ്റ്റബിൾ പിന്നെയും പറയുന്നുണ്ട്, അതേ മാഡം ഈ സാറ് പറയുന്നത് ശരിയാണ്, ഇവിടെ മനഃപൂർവ്വമായിട്ടാണ് ഈ അഞ്ജുതൻ സാറ് ആ ക്രിസ് സാറിനെ മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് സാഗർ വരുന്നുണ്ട്. എന്നിട്ട് സാഗറാണെങ്കിൽ കൃഷിൻ്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്, മോനെ നിനക്ക് എന്താ പറ്റിയെന്ന്. ആ സമയത്ത് കൃഷിൻ്റെ ബോഡി അനങ്ങുന്നതുകൊണ്ട് തന്നെ കൃഷി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എന്താ പറ്റിയെന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് മനഃപൂർവ്വമായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ അഞ്ജുത സാർ എന്നെ ഇട്ട് നല്ല രീതിയിൽ തല്ലി എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സാഗർ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ആരാധിക്കാൻ തന്നെ എൻ്റെ മോനെ ഇങ്ങനെ തല്ലാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണമ്മയടുത്തായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഇങ്ങനെ തല്ലിയതിന് ഞാൻ DGP തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരും, നിങ്ങളൊക്കെ ഉത്തരം പറയേണ്ടി വരും ഈ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണമ്മ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൺമണിയുടെ തിരോധാനത്തിന് പിന്നിൽ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിന് കാരണക്കാരായ പോലീസുകാരൻ, അത് ഏത് പൊസിഷനിലുള്ള പോലീസുകാരനായാലും അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ ലഭിക്കും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ സാഗർ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കൺമണിയുടെ തിരോധാനത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്,
ബലരാമന് എനിക്ക് നല്ല സംശയമുണ്ട്. ബലരാമന് അവളോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അയാളുടെ BR ഡിസൈൻസിലേക്ക് കൺമണി ചെല്ലാത്തതിൻ്റെ നല്ല പകയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ കണ്ണമ്മ ആ കോൾ എടുക്കുന്നുണ്ട്. ആ കോൾ എനിക്ക് തോന്നുന്നു സൈബർ സെല്ലിൽ നിന്നാണെന്ന്. അപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് കൺമണിയുടെ ഫോൺ അവസാനമായിട്ട് ഓഫായ ലൊക്കേഷനാണ് പറയുന്നത്. അപ്പോൾ അത് ഏതോ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ കണ്ണമ്മയാണെങ്കിൽ ഏറ്റു പറയുന്നുണ്ട് കേട്ടോ, ഈ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ. പിന്നീട് കണ്ണമ്മ കൃഷ്ണൻ്റെ അടുത്ത് സാഗറിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ദാ ഇന്ന ലൊക്കേഷനിലാണ് കൺമണിയുടെ ഫോൺ ഓഫായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കൃഷിയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാതെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ലൊക്കേഷനിലേക്ക് ആയിരിക്കാം. പിന്നെ നമ്മുടെ സാഗറിൻ്റെ കൂടെ ലോയർ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി പിൻവലിക്കുമായിരിക്കും കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.